മഴത്തോരും മുമ്പയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ പറഞ്ഞ വാക്കുകൾ വൈജയന്തിയുടെ കാതുകളിൽ ഇപ്പോൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ വൈജയന്തിയോട് ദേഷ്യം തീർക്കാൻ മാത്രമല്ല അങ്ങനെ പറഞ്ഞതെന്ന് വൈജയന്തിക്ക് ഉറപ്പായിരുന്നു. ബാലചന്ദ്രൻ അത്രയും ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് തന്നോട് പറഞ്ഞത്. രോഹിത്തും ശരണ്യയും സമ്മതിക്കുകയാണെങ്കിൽ താൻ അവരെ വിവാഹം കഴിക്കാൻ അനുവദിക്കുമെന്നും ആ വിവാഹം താൻ നടത്തി കൊടുക്കുമെന്നും. എന്നാൽ അങ്ങനെ ഒരു കാര്യം വൈജയന്തിക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്തേക്കാണ്. രോഹിത്ത് ഇപ്പോൾ അവളെ കാണുന്നത് സഹോദരിയായിട്ടാണെന്നും തനിക്കിപ്പോൾ 3 സഹോദരിമാരല്ല 4 സഹോദരിമാരാണെന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും തനിക്ക് അതിലൊന്നും പ്രതീക്ഷയില്ല. എപ്പോഴാണ് മനസ്സ് മാറുന്നതെന്നൊന്നും പറയാനും കഴിയില്ല. എന്നാൽ അങ്ങനെ ഒരു മനസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ ശരണ്യയും ഈ വീട്ടിലുള്ളവരുമായിട്ടുള്ള ബന്ധം തീർക്കണം. അത് തന്നെയാണ് വൈജയന്തി ഉദ്ദേശിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് വൈജയന്തി രമേശനെ വിളിച്ച് തനിക്ക് ബാങ്കിൽ നിന്നും പണമെടുത്ത് തരണമെന്നും ആവശ്യപ്പെട്ടത്. വൈജയന്തിയുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നതെന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വൈജയന്തി പറഞ്ഞുവിട്ട രമേശന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. കുറച്ച് സമയം കടന്നു പോകെ മുറ്റത്തായി ഒരു കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് വൈജയന്തി അലീന ചെന്ന് ഡോറ് തുറക്കുന്നതിന് മുമ്പായി തന്നെ വൈജയന്തി ധൃതിയിൽ ചെന്ന് ഡോറ് തുറക്കുകയാണ്. ഡോറ് തുറക്കാൻ പോകുമ്പോൾ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദമെങ്ങാനും കേട്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് തന്നെയാണ് വൈജയന്തി പോകുന്നതും. എന്നാൽ ഡോറ് തുറന്ന വൈജയന്തി പുറത്ത് നിൽക്കുന്നവരെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. കാരണം താൻ ആരെയാണോ വെറുക്കുന്നത്, താൻ ആരെയാണോ ഇവിടെ നിന്നും അയക്കാനായി ശ്രമിക്കുന്നത്, അവളുടെ പാരൻസ് അച്ഛനും അമ്മയും സഹോദരനുമാണ് അവളെ കാണാനായി തൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. വൈജയന്തിക്ക് കടന്നു പോകാൻ പോലും പറയാനുള്ള അവകാശമില്ലെന്നറിയാം. എങ്കിലും വൈജയന്തി അത് പറയാനായി മുതിർന്നതും ബാക്കിൽ നിന്നും ബാലചന്ദ്രൻ്റെ ശബ്ദം വന്നു. ഇതാരായി വന്നത്? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങോട്ട് വരുമെന്ന്. മക്കളെ രാവിലെ പറയുന്നത് കേട്ടു, ഇന്ന് അവളെ കാണാനായിട്ട് അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന്. എന്തായാലും സന്തോഷമുണ്ട്. ഇങ്ങോട്ട് വരൂ, കയറിയിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ മുന്നിലേക്കായി വന്നു. വൈജയ്ക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വൈജയന്തിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കുമെന്ന് ബാലചന്ദ്രന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ കൂട്ടാൻ എന്ന വണ്ണം വൈജയുടെ മുമ്പിലായിട്ട് ഇവരോട് വല്ലാത്ത സ്നേഹമുള്ളതുപോലെയൊക്കെ കൂടുതലായി പ്രകടിപ്പിച്ച് കാണിക്കുകയാണ്. ബാലചന്ദ്രൻ അവരെ വരവേറ്റിയിരുത്തുന്നുണ്ട്. മോളെ അലീനെ, ഇതാരാ വന്നിരിക്കുന്നതെന്നൊന്ന് നോക്കിയേ, ശരണ്യയും കൂട്ടി ഒന്നിങ്ങ് വന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. ശരണ്യയും അലീനയും കൃഷ്ണമോളും ബബിതയും കൂടി ഒരുമിച്ച് തന്നെയാണ് ഇറങ്ങി വരുന്നത്. അച്ഛനെയും അമ്മയെയും കണ്ട ശരണ്യ സ്റ്റെപ്പുകൾ പതിയെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അച്ഛനെയും അമ്മയും കണ്ടതോടെ അവൾ ആ സ്റ്റെപ്പുകൾ ചാടി ഇറങ്ങാൻ തുടങ്ങി. ബാലചന്ദ്രൻ ശരണ്യയോടായി പറഞ്ഞു, അച്ഛനെ അമ്മയെയും കണ്ട സ്നേഹത്തിലും സന്തോഷത്തിലും ചാടി ഇറങ്ങിനി അവിടെയൊന്നും വീഴാൻ നിൽക്കല്ലേ എന്ന്. ശരണ്യ ഓടി വന്ന് അച്ഛനെയും അമ്മയെയും സഹോദരനെയും ഒക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. തൻ്റെ വീട്ടിലേക്കൊന്ന് പോകാനോ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം തനിക്കൊന്ന് കഴിയാനോ പറ്റുന്നില്ലല്ലോ എന്നാലോചിച്ചു പോയവൾ. ഒരു സമയത്ത് ശത്രുക്കളായി നിന്നവരുടെ വീട്ടിലേക്ക് തന്നെ തൻ്റെ മകളെ കാണാൻ അച്ഛനും അമ്മയ്ക്കും വരേണ്ട അവസ്ഥ. താനായിട്ട് അവരെ എന്തൊക്കെ നാണക്കേടിലൂടെയാണ് ഈ കൊണ്ടുപോകുന്നതെന്നെല്ലാം ശരണ്യ ഒരു നിമിഷം അവിടെ നിന്ന് ചിന്തിക്കുകയായിരുന്നു. ശരണ്യയുടെ ചിന്തകളെ കണ്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? അച്ഛനെയും അമ്മയെയും കണ്ട ആ സന്തോഷം ഇപ്പോൾ മുഖത്തെങ്ങും കാണാനില്ലല്ലോ. ഒന്നുമില്ല അച്ഛാ, നിങ്ങളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ ഓർത്തുപോയി. അതൊന്നും ഓർക്കണ്ട, മോള് നല്ല പോലെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവളുടെ തലയിൽ തലോടുകയായിരുന്നു. ഇവരെ കണ്ട സന്തോഷത്തിൽ അലീനയും ബബിതയും കൃഷ്ണമോളും ഇവരുടെ സന്തോഷവും സ്നേഹവും എല്ലാം നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. രാവിലെ തന്നെ വന്നതുകൊണ്ട് അലീന അവരോടായി ചോദിക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? ഞങ്ങളും കഴിച്ചിട്ടില്ല, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനാണ് പറയുന്നത്,
അതെന്ത് ചോദ്യാ? അങ്ങനെ ചോദിക്കാതെ നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ നോക്ക്, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് തന്നെ കഴിക്കാമല്ലോ എന്ന് പറയുകയാണ്. അലീനയോട് പിന്നാലെ തന്നെ കൃഷ്ണമോളും ബബിതയും കിച്ചണിലേക്ക് പോകുന്നുണ്ട്. കൈ കഴുകാനുള്ള വാഷ് ബേസിൻ എവിടെയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാലചന്ദ്രൻ അവരോടായി പറയുകയാണ്. അവിടെ പോയി കൈ കഴുകിയിട്ട് വരൂ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം ഇനിയുള്ള വീട്ടുവിശേഷങ്ങളെന്ന്. അവരും ബാലചന്ദ്രൻ അധികം നിർബന്ധിക്കാതെ തന്നെ അവരും കൈയെല്ലാം കഴുകി മകളുടെ ഒപ്പം വന്ന് ആ ഡൈനിങ് ടേബിളിലേക്കായി ഇരിക്കുന്നുണ്ട്. അവരോട് നേരത്തെ കൂട്ടി അലീനയും ശരണ്യയും വൈജയന്തി ഇവരെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നത് നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞു വെച്ചിരുന്നതുകൊണ്ട് വൈജയന്തിയുടെ സ്വഭാവ മാറ്റത്തിലോ അല്ലെങ്കിൽ വൈജയന്തിയുടെ മുഖം കറുപ്പിച്ചുകൊണ്ടുള്ള ആ നിൽപ്പിലോ ഒന്നും അവർക്ക് അതിശയമൊന്നും തോന്നിയിരുന്നില്ല. ബാലചന്ദ്രനും വൈജയന്തിയും പിണക്കത്തിലാണെന്നും ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഈ വീട്ടിൽ നിന്നു പോകുന്നത് എന്നും അങ്ങനെയുള്ള കുറച്ച് കഥകളൊക്കെ അവരോടും അലീനയും പറഞ്ഞു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വൈജയന്തിയെ അവരും മൈൻഡൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ അലീനയും കൃഷ്ണമോളും ബബിതയും അവർക്കായിട്ടും ഉള്ള ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് എത്തുകയാണ്. അവർക്കെല്ലാവർക്കും ഒരുമിച്ച് തന്നെ സെർവ് ചെയ്യുമ്പോൾ ശരണ്യ അവരോടായി പറയുന്നുണ്ട്, ചേച്ചി നിങ്ങളും ഇരിക്കേ, എല്ലാവർക്കും കൂടി ഒപ്പം കഴിക്കാമല്ലോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല മോളെ, എല്ലാവരും കഴിക്കേ, എന്നിട്ട് ഞങ്ങൾ കഴിച്ചോളാം. കൃഷ്ണേ, നീ പോയിട്ട് രോഹിതിനെ വിളിച്ചിട്ടൊന്ന് വന്നേ, അവനും ഇവർക്കൊപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടെ എന്ന് പറയുകയാണ്. ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് കണ്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ വൈജയന്തി ഇവരെ കുറച്ച് സമയം നോക്കി നിന്നതിന് ശേഷം തൻ്റെ റൂമിലേക്കായി കയറി ആ വാതിൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അവരെ ധരിപ്പിക്കാൻ കൂടി വേണ്ടി വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് തന്നെ വന്നവരും ബാലചന്ദ്രനും ആ മുറിയിലേക്ക് നോക്കുകയാണ്. അവർക്ക് ആകെ ഒരു വിഷമം തോന്നുകയാണ്, മുഖത്തടിച്ച പോലെ ആയിപ്പോയല്ലോ എന്ന്. അത് അങ്ങനെയൊക്കെയാണ്, നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ ഒരു ക്ഷുദ്രജീവി ജീവിച്ചു പോകുന്നു എന്ന് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത് എന്ന് ബാലചന്ദ്രൻ വളരെ വില കുറച്ചുകൊണ്ട് തന്നെ വൈജയന്തിയെ അവർക്ക് മുമ്പിലേക്ക് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് ചെറിയൊരു വിഷമം തോന്നി. അച്ഛൻ അങ്ങനെ അവരെ മുമ്പിൽ അമ്മയെ വല്ലാതെ തരം താഴ്ത്തി സംസാരിക്കുന്ന പോലെ. അച്ഛനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അമ്മയുടെ സ്വഭാവവും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അവരെല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും പുറത്ത് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. എന്നാൽ അലീന അവിടേക്ക് നടക്കുമ്പോഴേക്കും വൈജയന്തി തൻ്റെ റൂമിൽ നിന്നും ചാടി ഇറങ്ങി വരികയാണ്. വന്ന് നിൽക്കുന്നതും ആ കോളിംഗ് ബെല്ലടിച്ചതും തനിക്ക് വേണ്ടി വന്ന ആളാണെന്ന് വൈജയന്തിക്ക് നല്ല ഉറപ്പായിരുന്നു. വൈജയന്തി പെട്ടെന്ന് തന്നെ ഡോറ് തുറന്ന് നോക്കുകയാണ്. അലീന അന്തം വിട്ട പോലെ നിൽക്കുകയാണ്. അമ്മ മുറിയിലായിരുന്നല്ലോ, എന്തിനാ അമ്മ പെട്ടെന്നിങ്ങനെ പുറത്തേക്ക് ചാടി വന്നതെന്ന് അലീനയും ചിന്തിച്ചു പോവുകയാണ്. ഇതേസമയം അലീന വൈജയ്ക്കൊപ്പം തന്നെ പിന്നാലെ ചെല്ലുന്നുണ്ട്, പുറത്ത് ആരാണ് വന്നതെന്ന് നോക്കാൻ. വൈജ വന്ന ആളിൽ നിന്നും ആ ബാഗ് തിരിച്ചു വാങ്ങി വന്ന ആളെ തിരിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. അലീനയ്ക്ക് അയാളെ എവിടെയോ മുമ്പ് കണ്ട പരിചയം തോന്നിയിരുന്നു. അലീനയും വൈജയും പരസ്പരം മുഖാമുഖം നോക്കിക്കൊണ്ട് തന്നെ തിരിച്ചു പോവുകയായിരുന്നു അലീന. വൈജയും ഒന്നും മിണ്ടാതെ തന്നെ അവളുടെ മുറിയിലേക്കും പോയി. ഡൈനിങ് ഏരിയയിലേക്ക് തിരിച്ചു വന്ന അലീനയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരാ മോളെ വന്നത്? വരവും പോക്കും ഒരുമിച്ച് തന്നെ കഴിഞ്ഞല്ലോ. അതാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല അച്ഛാ, പക്ഷേ അങ്ങനെ ഒരാളെ മുമ്പ് കണ്ട പരിചയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആരാണെന്ന് അത്ര വ്യക്തമല്ല. അത് അമ്മയ്ക്കെന്തോ കൊടുക്കാൻ വന്നതാ. അയാളിൽ നിന്നും ഒരു ബാഗ് വാങ്ങിച്ച് അമ്മ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോവുകയും അയാളോട് എന്തോ പറഞ്ഞു. അയാളും പെട്ടെന്ന് തിരിച്ചു പോവുകയും ചെയ്തു. ഓ ആയിക്കോട്ടെ, ഇതിപ്പോൾ ആരന്വേഷിക്കാൻ ഇവിടെ ആരാണ് വരുന്നതെന്നും പോകുന്നതെന്നും. എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് കൈയൊക്കെ കഴുകി ലിവിങ് റൂമിലേക്കായി ഇരിക്കാനായി വരുന്ന സമയത്ത് ബാലചന്ദ്രൻ ശരണ്യയുടെ അച്ഛനോടും അമ്മയോടുമായി പറയുന്നുണ്ട്, ഇവിടെ വൈജയുടെ അമ്മയുണ്ട്, അപ്പുറത്തെ റൂമിലാണ്. പുള്ളിക്കാരിക്ക് തണ്ടലിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും കഴിയില്ല. ഇപ്പോൾ ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പതിയൊക്കെ പിടിച്ച് നടക്കുന്നൊക്കെയുണ്ട്. മുൻപൊരിക്കൽ ഒന്ന് വീണായിരുന്നു, അങ്ങനെ പറ്റിയതാ.
പെട്ടെന്നൊന്നും അങ്ങനെ ചാടിക്കയറി നടക്കാൻ പറ്റില്ലെന്ന് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുമുണ്ട്. എന്തായാലും അങ്ങോട്ടേക്കൊന്ന് വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവരുമായി മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. കൂടെ ശരണ്യയും ബാലചന്ദ്രനും കൂടെ അവരെ രണ്ടാളെയും കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അവരെ മുറിയിലേക്ക് ക്ഷണിച്ചു. ശരണ്യയുടെ അമ്മ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയം മുത്തശ്ശിക്ക് മനസ്സിൽ ചെറിയ ഭയവും തോന്നുന്നുണ്ട്. വൈജ ഇതെങ്ങാനും കണ്ടുകൊണ്ട് വന്നാൽ തന്നെ വല്ലാതെ ഷൗട്ട് ചെയ്യുമെന്ന് മുത്തശ്ശിക്ക് ഉറപ്പായിരുന്നു ഇവരോടൊക്കെ സംസാരിക്കുന്നതിന്. അതുകൊണ്ട് പെട്ടെന്ന് സംസാരിച്ച് തീർക്കാനെന്ന രീതിയിൽ മുത്തശ്ശി ധൃതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എപ്പോഴാ വന്നേ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി ബാലചന്ദ്രനോടായി ചോദിക്കുന്നുണ്ട്, ബാല എന്തേ വൈജ? ഓ, അമ്മയുടെ മോളല്ലേ, മുറിയിൽ കയറി വാതിലടച്ചിട്ടുണ്ട്. മുത്തശ്ശി പതിയെ ഇവരെ രണ്ടാളെയും മാറി മാറി നോക്കുന്നത് കണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അമ്മ അവരെ ഒന്നും നോക്കണ്ട. അവർക്ക് വന്ന് കയറിയപ്പോൾ തന്നെ വൈജയുടെ സ്വഭാവം എന്താണെന്ന് ആ മുഖത്ത് നിന്നും മനസ്സിലായതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവരിതുവരെ ഒന്നും ചോദിക്കാത്തത് കൊണ്ട് ഞാൻ ചിന്തിച്ചെടുത്തതാണ്. ഇവർക്ക് വൈജ എന്താണെന്നും വൈജ എങ്ങനെയാണെന്നുള്ള ധാരണ ആരോ കൊടുത്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, അതങ്കിളെ ഞാനാണ് അമ്മയോട് പറഞ്ഞത്. അമ്മയൊക്കെ ഇവിടെ വരുമ്പോൾ ഇനി ആൻറ്റി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് എനിക്കറിയത്തില്ലല്ലോ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ വന്നതൊന്നും ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ വരുമ്പോഴും ആൻറ്റി എങ്ങനെയായിരിക്കും പ്രതികരിക്കാമെന്ന് അറിയത്തില്ല, വിഷമമൊന്നും തോന്നരുതെന്നൊക്കെ. അപ്പോൾ അമ്മയാണ് എന്നോട് പറഞ്ഞത്. അതിൽ വിഷമം തോന്നിയിട്ടൊന്നും കാര്യമില്ല. അവർക്ക് അവരുടെ മകനെക്കുറിച്ച് ആലോചിച്ച് വിഷമം ഉണ്ടാവും. നീ എന്തായാലും അവർക്ക് കേസ് കൊടുത്തതല്ലേ എന്നൊക്കെ. അപ്പോൾ എനിക്കപ്പോൾ സമാധാനമായി. അമ്മയ്ക്ക് ആ ധാരണയുള്ളിടത്തോളം അമ്മയ്ക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ അവരോട് ധൈര്യമായിട്ട് തന്നെ പോന്നോളാൻ പറഞ്ഞത്. ഓ, നീയപ്പോൾ വൈജയുടെ സ്വഭാവം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു അല്ലേ? അതെന്തായാലും നന്നായി മോളെ. നിനക്ക് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് സംസാരിക്കാനും പെരുമാറാനൊക്കെ കഴിവുണ്ടല്ലോ. അതെന്തായാലും നല്ലത് തന്നെ. അവരെല്ലാവരും കൂടി മുത്തശ്ശിയോട് സംസാരിച്ചു കൊണ്ട് തിരിച്ച് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞുകൊണ്ട് തന്നെ അവർ ലിവിങ് റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇതേ സമയം വൈജ പതിയെ മുറി തുറന്ന് പുറത്തേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവരെ കണ്ടപ്പോൾ കിച്ചണിലേക്ക് തന്നെ പോവുകയും ചെയ്തു. ശരണ്യയുടെ അമ്മ ശരണ്യയോടായി ചോദിക്കുന്നുണ്ട്, മോളെ ഞാനൊന്ന് ചെന്ന് ആ മേഡത്തിനോട് സംസാരിക്കട്ടെ. നമ്മൾ എത്ര വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറ്റിദ്ധാരണ സംഭവിച്ചവരല്ലേ. അത് സാരില്ല, ഞാനൊരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതാണ്. പ്രശ്നമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ നിങ്ങളുടെ ഈ സൗഹൃദത്തിനും അത് ഒരു നല്ലതായി മാറും. മോള് എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ മേഡത്തിനത് ഒരു ഇഷ്ടക്കുറവായി തോന്നത്തുമില്ല. അങ്ങനെയാണെങ്കിൽ അത് നല്ലതല്ലേ എന്നൊക്കെ ആ പാവം അമ്മ അങ്ങനെ ചോദിക്കുകയാണ്. ബാലചന്ദ്രനും വളരെ പാവം തോന്നുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുകയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെയല്ല വൈജയ്ക്ക് അങ്ങനെ ആരോടും സഹതാപമോ ഒരു അനുകമ്പയോ തോന്നുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. നിങ്ങളിപ്പോൾ സംസാരിക്കാൻ ചെന്നാലും അവൾ വല്ലാതെ ഷൗട്ട് ചെയ്യും നിങ്ങളുടെ അടുത്ത്. അവളുടെ ഷൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ പോലും കഴിയുന്നതായിരിക്കില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ അമ്മ വീണ്ടും പറയുന്നുണ്ട്, അത് സാരില്ല, അത് ഞാൻ സഹിച്ചോളാം, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ഈ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു നോക്കൂ. നമുക്കെന്തായാലും കണ്ടറിയാമല്ലോ എന്ന് പറയുകയാണ്. അതേപോലെ തന്നെ ആ അമ്മ പതുക്കെ വൈജയുടെ പിന്നാലെ ചെല്ലുന്നുണ്ട്. വൈജ അവരെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. വൈജയുടെ അരിയത്ത് ചെന്ന് നിന്നിട്ട് മേഡം എന്ന് വിളിക്കുമ്പോൾ വൈജ പതിയെ തിരിഞ്ഞു നോക്കുകയാണ്. വൈജയോടായിട്ട് ആ അമ്മ പറയുന്നുണ്ട്, തെറ്റിദ്ധാരണകളൊക്കെ എല്ലാവരുടെ ഭാഗത്തു നിന്നും വന്നു പോയതാണ് മേഡം. ഞങ്ങളോട് ക്ഷമിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവും മകനുമൊക്കെ തന്നെയാണ് എൻ്റെ മകൾക്ക് ഒരു തുണയായിട്ടുള്ളത്. അത് എത്ര വന്നാലും നിങ്ങളോടൊക്കെ പറഞ്ഞാൽ തീരാത്ത അത്ര എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല.
എനിക്കറിയാം നിങ്ങളുടെ സഹോദരൻ്റെ മകൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. എങ്കിലും ഞാൻ പറയാണ്, എൻ്റെ മകളുടെ ജീവിതം നശിച്ചു പോയെടുത്ത് നിന്നും ഉയർത്തിക്കൊണ്ടുവന്നത് ഇവിടുത്തെ മകളാണ് അലീന. ആ അമ്മ ഇത്രയൊക്കെ പറയുമ്പോഴും വൈജ തിരിച്ചൊന്നും പറയാതെ കേട്ട് നിൽക്കുന്നൊക്കെയുണ്ട്. എങ്കിലും വൈജ എന്തൊക്കെയോ മനസ്സിൽ കണക്കുകൂട്ടി തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ കൈ ഇങ്ങനെ കൂപ്പുന്നുണ്ട്. ഇത് കണ്ടു നിൽക്കുമ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരികയാണ്. വൈജ ചോദിക്കുന്നുണ്ട്, എല്ലാം കാട്ടിക്കൂട്ടി വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഞങ്ങളോട് ക്ഷമ ചോദിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഞങ്ങളോട് ഇങ്ങനെ വന്ന് കൈകൂപ്പി ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ? നാണം കെട്ടവർ. മകളെ കണ്ടവൻ്റെയൊക്കെ കൂടെ കറങ്ങാൻ വിട്ടിട്ട് അവരെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി എന്ന് കണ്ടപ്പോൾ കേസ് കൊണ്ടേ കൊടുത്തു. ഇപ്പോൾ എന്തുണ്ടായി? ആ പയ്യൻ അവിടെ അവൻ്റെ ജീവിതം കളഞ്ഞ് ആ ജയിലിൽ കിടക്കുന്നു. നിങ്ങളുടെ മകൾക്ക് സപ്പോർട്ടിനായിട്ട് കുറേ ആൾക്കാരും ഇറങ്ങി. എൻ്റെ മകനും ഭർത്താവും ഓരോ ആൾക്കാരും അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ കേസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ മകളും കൂടിയും കാരണമല്ലേ ഇതെല്ലാം സംഭവിച്ചത്? ഒരു പ്രേമിക്കുന്ന പയ്യനാണെന്നും പറഞ്ഞുകൊണ്ട് കൂടെ അങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ താനൊരു പെൺകുട്ടിയാണെന്നും തനിക്ക് ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിച്ചു പോകാമെന്നും ആ തെറ്റുകളിലേക്കൊക്കെ സംഭവിക്കാതിരിക്കാൻ താൻ തന്നെ ശ്രമിക്കണമെന്നൊക്കെ മകൾ ചിന്തിക്കേണ്ടതായിരുന്നില്ലേ? അല്ലെങ്കിൽ അമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഒരമ്മയുടെ മുഖത്തടിച്ച പോലെയാണ് വൈജയന്തി ഇതെല്ലാം സംസാരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ അമ്മക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിലും അവരൊക്കെ വളരെ പാവങ്ങളായതുകൊണ്ട് ഒന്നും തന്നെ തിരിച്ച് പറയുന്നില്ല. അമ്മ എല്ലാം കേട്ടുകൊണ്ട് പിന്തിരിഞ്ഞ് നടക്കാൻ നേരം ബാലചന്ദ്രൻ പിന്നിൽ നിന്നും വൈജയോടായി ചോദിച്ചു, ഇതൊക്കെ വൈജയ് ഉള്ളത് തന്നെയാണല്ലോ അല്ലേ? ഒരാളുടെ കൂടെ ഇറങ്ങി തിരിച്ച് തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ ഒരമ്മ പറഞ്ഞു തരാത്തതിൻ്റെ കുറവ് തന്നെയാണല്ലേ? വൈജയ്ക്ക് ബാലചന്ദ്രൻ ചോദിച്ചതിൻ്റെ അർത്ഥം അധികം ചിന്തിക്കാതെ തന്നെ മനസ്സിലായി. വൈജയ്ക്ക് ഉള്ളിൽ പെട്ടെന്നൊരു ഭയം തോന്നി. കാരണം എല്ലാവരെയും മുമ്പിലിട്ട് ബാലചന്ദ്രൻ നാണം കെടുത്തുമോ എന്ന്. പിന്നെ വൈജ സ്വയം ചിന്തിച്ചു, അങ്ങനെ നാണം കെടുത്തുവാണെങ്കിൽ നാണം കെട്ടോട്ടെ, അങ്ങനെയെങ്കിലും ഒരു 2-3 ആളെങ്കിലും അറിയുമല്ലോ തൻ്റെ മകളാണ് അലീന എന്ന്. ബാലചന്ദ്രനെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന വണ്ണം വൈജ തിരിച്ചു പറഞ്ഞു, അതെ, എനിക്ക് ആ കാര്യത്തിൽ നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് നിൻ്റെ മകനെ നിനക്ക് നേർവഴിക്ക് നടത്താൻ കഴിയായിരുന്നത്? വൈജ അവിടെ തോറ്റുപോയി. വൈജയുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്കായിരുന്നു ബാലചന്ദ്രൻ്റെ മറുപടി. വൈജ കുറച്ച് സമയം ഒന്നും മിണ്ടാതെ നിന്നെങ്കിലും തിരിച്ച് ബാലചന്ദ്രനോടായി പറയുന്നുണ്ട്, എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവൻ ഇന്ന് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നത്. തെറ്റ് ചെയ്തത് ഹരിയാണെന്നും ഹരി ചെയ്ത തെറ്റിന് ഇവളും കൂടി കൂട്ടുനിന്നത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതൊക്കെ എല്ലാവരും ഒന്ന് ഓർത്താൽ നല്ലതായിരുന്നു എന്ന് ബാലചന്ദ്രനോടായി വൈജ പറയുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം നിൻ്റെ മകനും ഇതിൽ കൂട്ടുനിന്നിട്ടുണ്ടെന്നുള്ളത്. അവളെ അവൻ തൊട്ടിട്ടില്ലെന്ന് മാത്രമാണ് അന്ന് അവൾ ആ കോടതി മുറിയിൽ പറഞ്ഞത്. കൂട്ടുനിന്നിട്ടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല വൈജെ. അതിനുത്തരം അവനോട് തന്നെ ചോദിച്ചാൽ നിനക്കറിയാൻ പറ്റും. അത് ഈ നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും അറിയാവുന്നതാണ്. എന്നിട്ടും അവരിന്ന് ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ കാരണം ഇവിടെ നിന്നും അലീന ആ വീട്ടിൽ പോയതും ഇവരുടെ മകളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്തതുകൊണ്ട് മാത്രമാണ്. നിൻ്റെ മകനെ ഇന്നും ജയിലിൽ കയറ്റാൻ വേണമെങ്കിൽ അലീനയ്ക്കും ശരണ്യയ്ക്കും ഒരുപോലെ കഴിയും. അതും സംശയമുണ്ടോ നിനക്ക് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ്റെ ചോദ്യങ്ങളെ മറികടന്നുകൊണ്ട് തന്നെ രോഹിത്തും അതിലിടപെടുന്നുണ്ട്. രോഹിത്ത് അമ്മയോടായി പറയുന്നുണ്ട്, അമ്മേ, അച്ഛൻ പറഞ്ഞത് 100% സത്യം തന്നെയാണ്. അത് അമ്മയ്ക്കും അറിയാവുന്നതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ആരെ കാണിക്കാനാണെന്ന്. അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നതെന്ന് ആരെ ബോധിപ്പിക്കാനാണ്? അമ്മയോട് ഞാനൊരു 100 വാക്ക് മിനിയാന്ന് മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. എൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടരുതെന്ന്. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ലെന്ന്.
ഞാനിപ്പോൾ ഇന്ന് ഇവളെ സംരക്ഷിക്കുന്നത് എൻ്റെ സഹോദരിയായിട്ടാണ്. അത് എൻ്റെ മരണം വരെ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഒരു അല്പസമയത്തെ എൻ്റെ പിഴവ് കൊണ്ട് മാത്രം. അല്ലായിരുന്നുവെങ്കിൽ എനിക്കന്നത് തടുക്കാമായിരുന്നു. എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന എൻ്റെ ചിന്ത. അതുകൊണ്ട് മാത്രം ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് അമ്മയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അവർ പറയുകയാണ്, ഞങ്ങൾ പോവുകയാണ് കേട്ടോ, പോകുമ്പോൾ ഞങ്ങളുടെ മകളെയും കൊണ്ടുപോകുന്നുണ്ട്, അവളെ ഞങ്ങളെ അവിടെ നിന്ന് യാത്ര അയച്ചോളാം എന്ന് പറയുമ്പോൾ വൈജയ്ക്ക് ഉള്ളിലൊരു വിഷമം തോന്നുന്നുണ്ട്. കാരണം വൈജ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ പോവും. അതുകൊണ്ട് തന്നെ വൈജ അതിന് മാത്രം ഒന്നും മിണ്ടുന്നില്ല. വൈജയ്ക്ക് മറുപടി പറയാനും പറ്റില്ലല്ലോ. വൈജ തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്കായി നടക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ കിടന്ന് പല പട്ടികളും അങ്ങനെ പലതും പറഞ്ഞു കുരയ്ക്കും. നിങ്ങൾ അതിനൊന്നും തിരിച്ച് മറുപടി പറയാനേ നിൽക്കണ്ട. ഇവിടേക്ക് ശരണ്യയെ കൊണ്ടുവന്നത് എൻ്റെ മകൻ രോഹിത്താണെങ്കിൽ അവളെ എത്തിക്കേണ്ടടുത്തേക്ക് എത്തിക്കാനും അവനെ അറിയാം. നിങ്ങളതൊന്നും ഓർത്ത് പേടിക്കുകയും വിഷമിക്കുകയും ഒന്നും വേണ്ട. നിങ്ങൾ വന്ന പോലെ നിങ്ങളുടെ മകളെ കണ്ട് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ. അടുത്ത വെക്കേഷനും രോഹിത്തിനൊപ്പം ശരണ്യ ഇവിടേക്ക് തന്നെ വരും. ഇത് ബാലചന്ദ്രൻ്റെ വാക്കാണ് എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്തിനാണ് ബാലചന്ദ്ര ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പുതുക്കി ഇങ്ങനെ കൊണ്ടുവരുന്നത്? ഉള്ള പ്രശ്നങ്ങളെ എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കാൻ നോക്ക്. നമ്മൾ അച്ഛനമ്മമാർ വഴക്കിട്ടിരിക്കും തോറും നമ്മളുടെ മക്കളുടെ മനസ്സും വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ അനുഭവിച്ച എനിക്ക് മാത്രമാണ് മനസ്സിലാവുക. നിങ്ങൾക്കറിയാത്ത ഒരുപാട് കഥകളൊക്കെ ഇതിന് പിന്നിലുണ്ട്. അതൊക്കെ ഒറ്റയടിക്ക് നിങ്ങളോട് പറയാനും കഴിയില്ല. എന്തായാലും ഇതൊന്നും നിങ്ങൾ വന്നതുകൊണ്ടുള്ള കുഴപ്പമാണെന്നൊന്നും ചിന്തിക്കേണ്ട. അതുകൊണ്ടാണ് നിങ്ങളോട് മുൻകൂട്ടി നമ്മുടെ അലീനയും ശരണ്യയും ഇവിടെ ഉണ്ടാവാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ബാലചന്ദ്രൻ പറഞ്ഞത് ശരി തന്നെയാണ്. എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയില്ല. എങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് പറഞ്ഞു തീർക്കുക തന്നെ വേണം. എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെയൊക്കെ ഈ കുടുംബം ഇങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ ഉയർന്നു നിൽക്കുന്നത് നമ്മളിലൊക്കെയുള്ള ദൈവവിശ്വാസം കൊണ്ടായിരിക്കും. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ആണ് ഞാനീ പറയുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു തീർത്തേക്ക്. എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ശരണ്യയും രോഹിത്തും വന്ന പോലെ അവരൊരുമിച്ച് തന്നെ പോയിക്കോട്ടെ. ഞങ്ങളുടെ മകളെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞങ്ങൾക്കും അത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അലീനയോടും ബബിതയോടും കൃഷ്ണമോളോടൊക്കെ യാത്ര പറഞ്ഞ് അവരുടെ മകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് യാത്ര പറഞ്ഞ് ഇറങ്ങി. തുടർന്നുള്ള എപ്പിസോഡുമായി ഉടൻ തന്നെ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. വീഡിയോസും ചാനലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി. ശുഭരാത്രി.